സവിധേ ഉൾപ്രാകാരേ ദൈവിക കാന്തിയെഴും സുതവാസാകാരേ. മനുഷ്യൻ സ്വാഭാവികമായി സാധ്യമാകുന്നിടത്തോളം ദൈവത്തോട് സാദൃശ്യപ്പെടുന്നതാണ് സ്നേഹം. പ്രവർത്തനത്തിൽ ഇത് ആത്മാവിനെ ലഹരി പിടിപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ സ്രോതസ്, പരാതികളില്ലാത്ത ക്ഷമ, സമുദ്രത്തോളമുള്ള എളിമ എന്നിവ ഇതിൻ്റെ സവിശേഷ സ്വഭാവമാണ്. മരുഭൂമിയിലെ പിതാവായ വിശുദ്ധ ജോൺ ക്ലിമാക്കസ് പറഞ്ഞ വാക്കുകളാണിവ. സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവം, ഭാഗ്യസ്മരണാർഹൻ, പണ്ഡിത കേസരി, വിശ്രുത വാഗ്മി, ദീർഘദൃഷ്ടിക്കുടമ, സംസ്കാര സമ്പന്നൻ, വിശ്വാസ മർമ്മജ്ഞാനി, വിശാലഹൃദയൻ, നിരന്തര പരിശ്രമശാലി, ജനഹൃദയങ്ങളിൽ പരിശുദ്ധൻ. പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാത്തോലിക്കേറ്റ് രത്നദീപം. 20-ാം നൂറ്റാണ്ട് പിന്നിട്ട് 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എങ്ങനെയായിരിക്കണമെന്ന് ദൈവാത്മാവിൽ മുൻകൂട്ടി കണ്ട് അതിനനുസൃതമായ നൂതന പദ്ധതികൾക്ക് രൂപം നൽകി പ്രാവർത്തികമാക്കിയ ക്രാന്തദർശിയായ ഒരു യുഗാചാര്യനായിരുന്നു പുത്തൻകാവിൽ കൊച്ചു തിരുമേനി. ആധ്യാത്മികവും മൗലികവും ഭരണപരവും സാംസ്കാരികവും സാമൂഹികവുമായ വിവിധ മണ്ഡലങ്ങളിൽ തനതായ പ്രവർത്തന ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച പുണ്യപുരുഷൻ. ചെങ്ങന്നൂരിന് 4 കിലോമീറ്റർ കിഴക്ക് പുണ്യനദിയായ പമ്പയുടെ ഓളങ്ങളാൽ തഴുകപ്പെട്ട ഗ്രാമമാണ് പുത്തൻകാവ്. ടിപ്പുവിൻ്റെ ആക്രമണവും അന്യജാതിക്കാരുടെ ഉപദ്രവവും മൂലം 14-15 നൂറ്റാണ്ടുകളിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വന്ന ക്രൈസ്തവർ താമസമാക്കിയ പ്രദേശം. അന്ന് ചെട്ടിത്തെരുവായിരുന്ന ഈ പ്രദേശം പ്രമുഖ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഒന്നായി പിൽക്കാലത്ത് മാറി. ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ ആരാധന നടത്തിയിരുന്ന ഈ പ്രദേശത്തെ ക്രൈസ്തവർ വെള്ളപ്പൊക്ക കാലത്തും മറ്റും യാത്ര ദുസ്സഹമായപ്പോൾ അന്നത്തെ മാർത്തോമ വലിയ മാർ ദിവന്നാസിയോസ് എന്ന 6-ാം മാർത്തോമയെ സങ്കടമറിയിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുത്തൻകാവിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ 1793 ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് മലങ്കര സഭയുടെ പ്രധാന ഭരണകേന്ദ്രമായി പുത്തൻകാവ് വളരുകയും അനേക ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. പുലിക്കോട്ടിൽ തിരുമേനിയുടെയും പരിശുദ്ധ പരുമല കൊച്ചു തിരുമേനിയുടെ ശിഷ്യനായ പുത്തൻകാവ് കിഴക്കേത്തലയ്ക്കൽ തോമാ കത്തനാരുടെയും റാഹേലമ്മയുടെയും 2ാമത്തെ പുത്രനായി 1897 ജൂൺ 10 KT ഗീവർഗീസ് ജനിച്ചു. തിരുമേനിയുടെ ജനനം അസാധാരണത്വം നിറഞ്ഞതായിരുന്നു. 8-ാം മാസം പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പ് പിറന്നു വീണ ആൺകുഞ്ഞിൻ്റെ ശ്വാസഗതി പരിശോധിക്കുന്നതിന് പോലും ആരും ധൈര്യപ്പെട്ടില്ല. ആരോടും ഉരിയാടാതെ 4 ദിവസത്തോളം ആ മാംസപിണ്ഡത്തെ അമ്മ ഒളിപ്പിച്ചു വെച്ചു. ഈ ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ ശരീരകാന്തി മാറിക്കൊണ്ടിരുന്നു. പലപ്പോഴായി സപ്തവർണ്ണങ്ങൾ പ്രത്യക്ഷീഭവിച്ചുവെങ്കിലും ഒടുവിൽ തനി ചുവപ്പാണ് അത്ഭുതാവഹമായി പരിശോഭിച്ചത്. അതോടുകൂടി കുട്ടി കരയുകയും മാതൃ ശുശ്രൂഷാദികൾക്ക് അർഹനായി തീരുകയുമാണുണ്ടായത്. KT സക്കറിയ, KT തോമസ്, KT ജോസഫ്, KT ഫിലിപ്പ് എന്നിവർ സഹോദരന്മാരും കൊച്ചാച്ചിയമ്മ ഏക സഹോദരിയുമായിരുന്നു. സഹോദരന്മാരിൽ KT തോമസിൻ്റെ മകനാണ് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത. KT ഗീവർഗീസിൻ്റെ ബാല്യവും കൗമാരവും മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളായ പുത്തൻകാവിലും മാവേലിക്കരയിലുമായിരുന്നു. സ്കൂൾ പഠനം പുത്തൻകാവ് മിഡിൽ സ്കൂൾ, മാവേലിക്കര ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂൾ, ചെങ്ങന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി. സ്കൂൾ പഠനകാലത്ത് പഠനം, പ്രസംഗം, സ്പോർട്സ് ഇവയിൽ ഒന്നാമനായിരുന്നു അദ്ദേഹം. ഒരു മാതൃകാ വിദ്യാർത്ഥിയായി സ്കൂൾ പഠനം പൂർത്തിയാക്കിയ KT ഗീവർഗീസിന് മലങ്കര മെത്രാപ്പൊലീത്ത പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി
കുണ്ടറ സെമിനാരിയിൽ വെച്ച് 1916 ജൂൺ 29 ഷമ്മാശപ്പട്ടം നൽകി. കോട്ടയം CMS കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പഠനം പൂർത്തിയാക്കി. കൽക്കട്ടയിലെ സെറാംപൂർ കോളേജിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ BD ബിരുദം കരസ്ഥമാക്കി. അദ്ദേഹത്തിൻ്റെ അധ്യയന സാമർഥ്യവും പുസ്തക പാരായണ പ്രതിപത്തിയും പ്രസംഗ ചാതുര്യവും വ്യായാമ തൽപരതയും കണ്ട് സെറാംപൂർ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ജോർജ് ഹൗവൽസും പ്രൊഫസർമാരും അദ്ദേഹത്തെ വളരെ അഭിനന്ദിച്ചിരുന്നു. കോട്ടയം MD സെമിനാരിയിൽ 1922-25 കാലഘട്ടത്തിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. അധ്യാപന ചാതുര്യം അദ്ദേഹത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായിരുന്നു. ഏത് വിഷയവും ലളിതവും ഹൃദ്യവുമായി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള അപാരമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. MD സെമിനാരിയിൽ അധ്യാപകനായ കാലഘട്ടത്തിൽ KT ഗീവർഗീസ് ഷമ്മാശൻ വിശ്വാസ പ്രബോധനം നടത്തുന്നതിനും വേദപുസ്തക ക്ലാസുകൾ എടുക്കുന്നതിനും മലങ്കര സഭയെ ശക്തിപ്പെടുത്തുന്നതിനും സഭയുടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം യാത്ര ചെയ്തു. 1926-28 കാലഘട്ടത്തിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. പഠനശേഷം 1928-29 കാലയളവിൽ പുത്തൻകാവിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. ഉത്തമനായ ഒരു പ്രധാന അധ്യാപകനായിരുന്നു അദ്ദേഹം. തൻ്റെ കുട്ടികൾ ചരിത്രവും ഭൂമിശാസ്ത്രവും മാത്രം പഠിച്ചാൽ പോരാ, മഹാന്മാരുടെ ജീവിത കഥകളും സമൂഹത്തിലെ പെരുമാറ്റച്ചട്ടങ്ങളുമൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഷേക്സ്പിയർ, മിൽട്ടൺ തുടങ്ങിയവരെ അദ്ദേഹം തൻ്റെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. KT ഗീവർഗീസ് ഷമ്മാശൻ്റെ ഭക്തി ജീവിതവും ദൈവസ്നേഹവും കഴിവും കണ്ടറിഞ്ഞ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി ഗീവർഗീസ് ഷമ്മാശൻ്റെ പിതാവായ തോമാ കത്തനാരോട് ഷമ്മാശനെ മേൽപ്പെട്ട സ്ഥാനത്ത് കാണണം എന്നാഗ്രഹം അറിയിച്ചു. പിതാവ് മകനെ വിവരം ധരിപ്പിച്ചു. 3 ദിവസങ്ങൾ ആലോചിക്കുവാൻ വേണമെന്ന് ഷമ്മാശൻ അറിയിച്ചു. ദൈവവുമായുള്ള സംസർഗത്തിനൊടുവിൽ തിരുമേനിയുടെ ഹിതം പോലെയാകട്ടെ എന്ന് അറിയിച്ചു. 1929 മാർച്ചിൽ വലിയ നോമ്പിലെ ലാസറിൻ്റെ ശനിയാഴ്ച പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ KT ഗീവർഗീസ് ഷമ്മാശന് കുന്നംകുളം ആർത്താട്ട് പള്ളിയിൽ പൂർണ്ണ ഷമ്മാശപ്പട്ടം നൽകി. തുടർന്ന് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി വൈദിക പദവിയിലേക്ക് പുത്തൻകാവ് പള്ളിയിൽ വെച്ച് ഉയർത്തി. പൗരോഹിത്യ പാരമ്പര്യമുള്ള വടക്കേ തലയ്ക്കൽ കുടുംബത്തിലെ 41ാമത്തെ വൈദികനായ ഫാദർ KT ഗീവർഗീസ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ അരുമ ശിഷ്യനായിരുന്നു. 1929 നവംബർ 6 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തെ പരുമല പള്ളിയിൽ വെച്ച് റംബാനാക്കി. കോട്ടയം പഴയ സെമിനാരിയിൽ 1 വർഷം അധ്യാപകനായി വൈദിക വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ചു. വിദ്യാസമ്പന്നനും ബുദ്ധിമാനുമായ മാർ ഇവാനിയോസ് മാതൃസഭയെ പരിത്യജിച്ച് റോമാസഭയിൽ ചേർന്നപ്പോൾ തൻ്റെ പ്രോത്സാഹനത്തിലും സഹായത്തിലും ഉയർന്നു വന്ന മാർ ഇവാനിയോസിൻ്റെ സഭാ പരിത്യാഗം പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയെ ഏറെ ദുഃഖിതനാക്കി. MA-കാരനായ മാർ ഇവാനിയോസിൻ്റെ നഷ്ടം നികത്തുവാനായി മറ്റൊരു MA-കാരനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 1930 നവംബർ 3 പരുമല പെരുന്നാൾ ദിവസം പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് KT ഗീവർഗീസ് റംബാന് പരുമല പള്ളിയിൽ വെച്ച് ഗീവർഗീസ് മാർ പീലക്സിനോസ് എന്ന നാമധേയം നൽകി എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയും പാമ്പാടി തിരുമേനി എന്നറിയപ്പെട്ട കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും ശുശ്രൂഷയിൽ സഹകാർമ്മികരായിരുന്നു. മേൽപ്പെട്ട സ്ഥാനം ലഭിക്കുമ്പോൾ അഭിവന്ദ്യ തിരുമേനിക്ക് 33 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പ്രായക്കുറവ് മൂലം ലഭ്യമായ പേരാണ് കൊച്ചു തിരുമേനി. തുടർന്ന് തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പയായി ചുമതലയേറ്റു. 1934 ജൂൺ 1 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയാക്കി. ഉന്നത വിദ്യാഭ്യാസമുള്ള ആ സുന്ദരഗാത്രൻ സർവസംഘ പരിത്യാഗിയായി കാഷായ വസ്ത്രമണിഞ്ഞ് ത്യാഗനിർഭരമായ ജീവിതം ആരംഭിച്ചു. സഭയുടെ വൈശിഷ്ട്യം അതിൻ്റെ ആരാധനയാണ്. ഗാനങ്ങളാണ് ആരാധനയ്ക്ക് ജീവൻ പകരുന്നത്. കൊച്ചു തിരുമേനിയുടെ മധുര ഗാനാലാപം ശ്രവിച്ചിട്ടുള്ളവർ അതൊരിക്കലും മറക്കുകയില്ല.
ശബ്ദമാധുര്യവും ഭക്തിസാന്ദ്രതയും അനേകായിരങ്ങളെ ആരാധകരാക്കി മാറ്റി. പിതാവായ തോമാക്കത്തനാരുടെ സംഗീതവാസനകളും ശബ്ദമാധുര്യവും അതേപടി പുത്രനായ കൊച്ചു തിരുമേനിയിൽ ലയിച്ചു ചേർന്നിരുന്നു. തിരുമേനിയുടെ മഹനീയ നാദം സഭാംഗങ്ങളെ സ്വർഗീയ അനുഭൂതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതായിരുന്നു. ഉജ്ജ്വല വാഗ്മിയായിരുന്നു പുത്തൻകാവിൽ കൊച്ചു തിരുമേനി. ആരെയും ആകർഷിക്കുവാൻ പോരുന്ന പ്രസംഗ പാടവത്തിലൂടെ അദ്ദേഹം സർവജന ആരാധ്യനായി മാറി. സഭയുടെ കാതലായ വിശ്വാസ സത്യങ്ങളെ മാറ്റേറുന്ന വചനഘോഷണങ്ങളാക്കി മാറ്റി. വിശ്വാസികളെ പ്രബുദ്ധരാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദൈവീക കർമ്മങ്ങളെ ആരാധകരുടെ അനുഭവമാക്കി മാറ്റിയ യോഗ്യവര്യനായിരുന്നു തിരുമേനി. ആംഗലേയ സാഹിത്യ കൃതികളോട് ഏറെ അടുപ്പം പുലർത്തിയിരുന്ന തിരുമേനി ആഴവും പരപ്പുമാർന്ന വായനയിലൂടെ ആർജിച്ച അറിവിനെ തൻ്റെ പ്രസംഗങ്ങളിലും പാഠങ്ങളിലും ഉൾക്കൊള്ളിക്കുവാൻ ഏറെ ശ്രദ്ധിച്ചു. മലങ്കര സഭയിൽ കൺവെൻഷൻ യോഗങ്ങളുടെ ജനയിതാവ് പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയാണ്. കൺവെൻഷൻ യോഗങ്ങൾ അദ്ദേഹത്തിന് ഒരാവേശവും ലഹരിയുമായിരുന്നു. 1917 മാക്കാം കുന്നിലും 1943 കല്ലൂപ്പാറയിലും ആരംഭിച്ച കൺവെൻഷനുകളിൽ തുടർ വർഷങ്ങളിലും വടക്കൻ മേഖലകളിൽ കുന്നംകുളം, പഴഞ്ഞി, കോട്ടയം, നിലയ്ക്കൽ, കുമരകം തുടങ്ങിയ പ്രസിദ്ധമായ കൺവെൻഷനുകളിലും സ്ഥിരം പ്രഭാഷകനായിരുന്നു അദ്ദേഹം. കോയമ്പത്തൂർ തടാകം ആശ്രമ സ്ഥാപകൻ ബിഷപ്പ് ഹെർബർട്ട് പക്കിംഗ്ഹാം വാഷ് നടത്തിയ പല കൺവെൻഷൻ പ്രസംഗങ്ങളും കൊച്ചു തിരുമേനി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാര സൗകര്യങ്ങൾ കുറവായിരുന്ന ആ കാലത്ത് വിശ്രമം കൂടാതെ ബസ്സുകളിൽ പോലും നിരന്തരം യാത്ര ചെയ്ത് പള്ളികളും പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചത് സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് സഭയ്ക്കും സഭാമക്കൾക്കും വേണ്ടിയായിരുന്നു. പള്ളികളും സ്കൂളുകളും നിർമ്മിക്കുമ്പോൾ ആദ്യാവസാനം തിരുമേനി ഉണ്ടാകും. പണത്തിൻ്റെ കാര്യത്തിൽ കണിശക്കാരനായിരുന്ന തിരുമേനി സഭയുടെ പണം തീയാണ്, അത് നമ്മെ ദഹിപ്പിക്കും എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിസ്മരിക്കാനാവാത്ത സേവനം കൊച്ചു തിരുമേനി സമൂഹത്തിന് നൽകിയത് വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ജനത്തെ നന്മയിലേക്ക് നയിക്കുവാൻ സാധിക്കൂ എന്ന ദർശനം പുത്തൻകാവിൽ കൊച്ചു തിരുമേനിക്കുണ്ടായിരുന്നു. സഭയുടെ നിലനിൽപ്പും സഭാമക്കളുടെ വളർച്ചയും വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകുമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരിശുദ്ധ പരുമല തിരുമേനിയാൽ സ്ഥാപിതമായ തുമ്പമൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തുകയും പത്തനംതിട്ട കാത്തോലിക്കേറ്റ് ഹൈസ്കൂൾ, പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂൾ, കിഴവള്ളൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. പത്തനംതിട്ടയിലെ മാക്കാംകുന്ന് കേന്ദ്രമാക്കി നഴ്സറി മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെയുള്ള എഡ്യൂക്കേഷൻ കോംപ്ലക്സ് സ്ഥാപിക്കണമെന്ന് തിരുമേനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിന്റെ രൂപവൽക്കരണത്തിനുള്ള പ്രാരംഭകാല പരിശ്രമം പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയാണ് നടത്തിയത്. 1947 സെപ്റ്റംബർ 30 പത്തനംതിട്ടയിൽ കോളേജ് സ്ഥാപിക്കുവാൻ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ സമർപ്പിച്ചു. ആ അഭിലാഷം മരണാനന്തരമാണെങ്കിലും 1982 ഓഗസ്റ്റ് 1 സഫലമായി. അതാണ് ഇന്നു കാണുന്ന പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്. അബ്രഹാം അൽപ്പാന്റെ നവീകരണോപദേശങ്ങളും പ്രൊട്ടസ്റ്റന്റ് മിഷണറി സംഘടനകളുടെ നുഴഞ്ഞുകയറ്റങ്ങളും സഭയുടെ അടിത്തറയ്ക്ക് ഇളക്കം വരുത്തിയപ്പോൾ മാർ പീലക്സിനോസ് ഒരു പുരുഷ സിംഹത്തെപ്പോലെ സടകുടഞ്ഞെഴുന്നേറ്റു. സത്യവിശ്വാസ പരിത്യാഗത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയ മലങ്കര സഭാമണ്ഡലത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങിയ ചന്ദ്രികയായിരുന്നു കൊച്ചു തിരുമേനി. വിശ്വാസ പ്രബോധനത്തിനായി പ്രസംഗ പരമ്പരകൾക്കും ചലനാത്മകമായ ഗീതങ്ങൾക്കും തിരുമേനി തന്നെ നേതൃത്വം നൽകി. പ്രധാന ദൂതൻ കുഴലൂതിടുമ്പോൾ, വിധിക്ക് സിംഹാസനമിടുമ്പോൾ എന്നും ഗോകുൽത്തായിലെ കുഞ്ഞാടെ, അത്ഭുതമുള്ളോർ കുഞ്ഞാടെ എന്നീ കൺവെൻഷൻ ഗീതങ്ങൾ ഇന്നും അനേകരുടെ ഹൃദയങ്ങളിൽ മുഖരിതമാണ്. ഒരിക്കൽ സെറാംപൂർ കോളേജിലെ സെനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാനായി കൽക്കട്ടയ്ക്ക് പോയി മടങ്ങുന്ന വഴി ശാന്തിനികേതനിൽ പോയി നൊബേൽ സമ്മാന ജേതാവായ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ സന്ദർശിച്ച് സംഭാഷണം നടത്തി. അദ്ദേഹം പുത്തൻകാവിൽ തിരുമേനിയിൽ കണ്ട ഈശ്വര ചൈതന്യത്താൽ ആകൃഷ്ടനായി. സംഭാഷണത്തിനൊടുവിൽ പിരിയാനൊരുങ്ങിയപ്പോൾ ടാഗോർ തന്നെ അനുഗ്രഹിക്കണമെന്ന് തിരുമേനിയോട് ആവശ്യപ്പെട്ടു. മഹാകവി ടാഗോർ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പതിപ്പ് തിരുമേനിക്ക് സമ്മാനിക്കുകയും ചെയ്തു.
മലങ്കര സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ജാതി മതഭേദമന്യേ ഏവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന തിരുമേനി സാമൂഹികമായി പിന്നാക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി കാട്ടിയ വിശാല മനസ്ഥിതിയും നിഷ്കളങ്കമായ മനുഷ്യസ്നേഹവും പത്തനംതിട്ടയിലെ മുസ്ലിം സഹോദരങ്ങൾ ഇന്നും സ്മരിക്കുന്നുണ്ട്. മലങ്കര സഭയിൽ സുവിശേഷകന്മാരുടെ ഒരു ടീം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സുവിശേഷ സംഘം എന്നൊരു സൊസൈറ്റിക്ക് ജന്മം കൊടുത്തു. പ്രശസ്തരും പ്രഗത്ഭരുമായ അനേകം ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ആവശ്യമായ പരിശീലനം നൽകി. മലങ്കര സഭയിൽ ആത്മീയ നവോത്ഥാനത്തിൻ്റെ ആവേശകരമായ കാലഘട്ടം സൃഷ്ടിക്കാൻ ഈ സുവിശേഷ സംഘത്തിന് സാധിച്ചിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭകാല പ്രവർത്തകൻ എന്ന നിലയിൽ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരികയും പുതിയ ദിശാബോധം നൽകുകയും ചെയ്തു. യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭകാല പ്രസിഡന്റ്, ബാലസമാജത്തിൻ്റെ സ്ഥാപകൻ എന്നീ നിലകളിൽ കൊച്ചു തിരുമേനി ശ്രദ്ധേയനായിട്ടുണ്ട്. സെറാംപൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ, ആലുവ UC കോളേജ് ഗവേണിംഗ് ബോർഡ് മെമ്പർ എന്നീ നിലകളിൽ സ്തുത്യർഹമായി അദ്ദേഹം പ്രവർത്തിച്ചു. മാർ പീലക്സിനോസ് തിരുമേനിയുടെ എക്യുമെനിക്കൽ ബന്ധം വളരെ ശക്തമായിരുന്നു. തൻ്റെ വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലും ഉറച്ചു നിൽക്കെ ഇതര സഭകളോടും കക്ഷിഭേദമില്ലാതെ അവയിലെ മേൽപ്പട്ടക്കാരോടും യാതൊരു മടിയും കൂടാതെ കൊച്ചു തിരുമേനി ഇടപെട്ടിരുന്നു. 1938 നടന്ന ആലുവ വട്ടമേശ സമ്മേളനത്തിലും 1950 നടന്ന ചിങ്ങവനം വട്ടമേശ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ആദ്യം സഭാ യോജിപ്പിന് അനുകൂലമായിരുന്നില്ലെങ്കിലും തൻ്റെ നിർബന്ധ ബുദ്ധി മൂലം സഭാ യോജിപ്പിന് തടസ്സമുണ്ടാകരുത് എന്ന് കരുതി അദ്ദേഹം പിന്നീട് അതിനോട് യോജിക്കുകയും ചെയ്തു. കൊച്ചു തിരുമേനിയുടെ സ്പോർട്സ് പ്രേമം ഫാദർ ഡോക്ടർ CT ഈപ്പൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: മെത്രാച്ചന്മാർ കായിക മേഖലകളിൽ ഏർപ്പെടരുതെന്നുള്ള അഭിപ്രായത്തിൽ തിരുമേനി അനുകൂലമായിരുന്നില്ല. മസനബ്സായോടുകൂടെ ബാഡ്മിൻ്റൺ, വോളിബോൾ, ഫുട്ബോൾ മുതലായവ അദ്ദേഹം കളിക്കുമായിരുന്നു. കായലിൽ നീന്തുവാനുള്ള താൽപ്പര്യത്തോടെ 1-2 പ്രാവശ്യം ശാസ്താംകോട്ടയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. കാടും മലയും നിറഞ്ഞ കാട്ടാറിൻ്റെ പാട്ട് കേട്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന അച്ഛൻ കോവിലാറിൻ്റെയും പമ്പാ നദിയുടെയും തീരഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന തുമ്പമൺ ഭദ്രാസനത്തെ സമ്പുഷ്ടവും സമ്പന്നവുമാക്കാൻ മെത്രാപ്പൊലീത്ത ആഗ്രഹിച്ചു. തൊട്ടതിനെയെല്ലാം പൊന്നാക്കുന്ന മാസ്മര ശക്തി തിരുമേനിയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയായിരുന്നു. പത്തനംതിട്ട കേന്ദ്രമാക്കി തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയോടെ പ്രവർത്തിച്ച പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ദീർഘദർശനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ബേസിൽ ദയറ. സെന്റ് ബേസിലിൻ്റെ ആരാധകനായിരുന്ന തിരുമേനി അഭ്യസ്തവിദ്യരും ആത്മീയ പൗരുഷമുള്ളവരുമായ യുവാക്കളെ ഉൾപ്പെടുത്തി സൊസൈറ്റി ഓഫ് സെന്റ് ബേസിലിന് രൂപം കൊടുത്തു. ബേസിൽ ദയറ കെട്ടിടം പലതുകൊണ്ടും വ്യത്യസ്തമാണ്. കർത്താവിൻ്റെയും 12 ശിഷ്യന്മാരുടെയും പ്രതീകമായി 13 മുറികൾ. അതിൽ കിഴക്കേ മുറിയിൽ മെത്രാപ്പൊലീത്തായും മറ്റു മുറികളിൽ ശിഷ്യന്മാരും താമസിച്ചിരുന്നു. ആവശ്യമായ പ്രബോധനങ്ങളും അറിവുകളും പകർന്നു നൽകി സഭയുടെ ഉത്തമ ഇടയരായി അവരെ ഉയർത്തുകയെന്നതായിരുന്നു ലക്ഷ്യം. ഭദ്രാസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം തിരുമേനിയുടെ ഇടവക സന്ദർശനമായിരുന്നു. അംഗസംഖ്യ കുറഞ്ഞ ദേവാലയം തുടങ്ങി വലിയ ഇടവകകളിലും സന്ദർശനം നടത്തി അവിടങ്ങളിലെ ആത്മീയ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആവശ്യമായ പ്രബോധനം നൽകി. വെള്ളിയാഴ്ച തന്നെ ദേവാലയങ്ങളിലെത്തി അവിടെ താമസിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിരുന്നു. ഇടവകയുടെ രക്തധമനികളാണ് ആധ്യാത്മിക സംഘടനകൾ. ഇവയില്ലാത്ത ഇടവകകൾ നിർജീവ ശരീരത്തിന് തുല്യമാണെന്ന് വിശ്വസിച്ച മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത ഇടവകയിലെ വിവിധ പ്രായക്കാരെ ഉദ്ദേശിച്ച് വിവിധ ആത്മീയ സംഘടനകൾക്ക് രൂപം കൊടുത്തു. സൺഡേ സ്കൂൾ, ബാലസമാജം, ബാലിക സമാജം, യുവജന സമാജം, സ്ത്രീ സമാജം, പ്രാർത്ഥനായോഗം എന്നീ സംഘടനകളിൽ ഇടവകകളിലെ ഓരോരുത്തരും അംഗമായിരിക്കണമെന്ന് തിരുമേനി നിർദ്ദേശിച്ചു. ഒരേ സമയം തുമ്പമൺ, കൊല്ലം ഭദ്രാസനങ്ങളുടെ ഭരണ ചുമതല കൊച്ചു തിരുമേനി വഹിച്ചിരുന്നു. അഭിവന്ദ്യ അലക്സിയോസ് മാർ തേവോദോസ്യോസ് മെത്രാപ്പൊലീത്ത മിഷണറി വേലയ്ക്കായി ഉത്തരേന്ത്യൻ പര്യടനത്തിൽ പോയിരുന്നപ്പോഴാണ് കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധിക ചുമതല അദ്ദേഹം ഏറ്റിരുന്നത്. ചെങ്ങന്നൂർ പ്രദേശത്തെ മാലിന്യങ്ങൾ കുന്നുകൂടിയിരുന്നതും എല്ലാവരാലും അവഗണിക്കപ്പെട്ടിരുന്നതുമായ പുതയൽക്കുളം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ബഥേലാക്കി മാറ്റി
1942 മുതൽ അഭിവന്ദ്യ തിരുമേനി അവിടെ താമസം ആരംഭിച്ചു. സർ CP-യുടെ അനുവാദം കൂടാതെ ആരാധന നടത്തിയെന്ന പരാതിയെ തുടർന്ന് അന്വേഷണമുണ്ടാവുകയും തിരുമേനിക്ക് അനുകൂലമായ തീർപ്പ് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഇവിടെ പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമത്തിൽ ഒരു ദേവാലയം ഉയർന്നു വന്നു. ഇന്ന് ചെങ്ങന്നൂരിന് തിലകക്കുറിയായി ഭദ്രാസന ആസ്ഥാനമായി ബഥേൽ മാറിയത് അഭിവന്ദ്യ തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. സഭാസേവനത്തിനിറങ്ങുന്ന യുവാക്കൾക്ക് ആത്മീയ ബോധനം നൽകുന്നതിന് ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് 1943 ഓതറ തൊട്ടുമുക്കത്ത് TK അലക്സാണ്ടർ വക ഒരേക്കർ സ്ഥലത്ത് അവർ തന്നെ ഒരു ചാപ്പലും കെട്ടിടവും പണിത് കൊച്ചു തിരുമേനിയെ ഏൽപ്പിച്ചു. 1944 ഓതറ ദേറ ആരംഭിച്ചു. പിൽക്കാലത്ത് ഏഞ്ചൽ ബാവ എന്നറിയപ്പെട്ട മാത്യൂസ് അച്ഛനെ ദേറായുടെ ചുമതല ഏൽപ്പിച്ചു. ആതുര ശുശ്രൂഷ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കാൽവയ്പായിരുന്നു ഇരവിപേരൂർ ആശുപത്രി. തുമ്പമൺ ഭദ്രാസനത്തിലെ എല്ലാ ആധ്യാത്മിക സംഘടനകൾക്കും കേന്ദ്ര ഓഫീസുകൾ ഉണ്ടാകണമെന്ന് തിരുമേനി ആഗ്രഹിച്ചിരുന്നു. 1950 മർത്തമറിയം സമാജ ആസ്ഥാനമായി കൂദാശ ചെയ്യപ്പെട്ട സ്ഥാപനമായിരുന്നു തുമ്പമൺ മർത്തമറിയം മന്ദിരം. തിരുവനന്തപുരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്തിരുന്ന അവസരങ്ങളിൽ പൊങ്ങലടി എന്നറിയപ്പെട്ടിരുന്ന പറന്തൽ പ്രദേശവും റോഡിന്റെ അരികിൽ സ്ഥാപിച്ചിരുന്ന മരക്കുരിശും അല്പം ഉയർന്ന സ്ഥലത്ത് സ്ഥാപിതമായിരുന്ന കൊച്ചുപള്ളിയും തിരുമേനിയുടെ ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചിരുന്നു. പ്രദേശം പ്രശാന്തമെന്ന് ബോധ്യമായ തിരുമേനിയുടെ പ്രവർത്തന മേഖലകളിൽ ഒന്നായി ക്രമേണ പറന്തൽ മാറി. വള്ളിക്കുടിലിന് തുല്യമായിരുന്ന പള്ളി ആരാധന അർപ്പിക്കാൻ യോഗ്യമായ ദേവാലയമായി മാറ്റി. ഒരു ഷെഡ് പണിത് അരമനയും അരിവയ്പും ഊണും ഉറക്കവും എല്ലാം അതിൽ തന്നെയാക്കി. പറന്തൽ സെന്റ് ജോർജ് പള്ളിക്ക് തിരുമേനിയുടെ താമസഫലമായി ലഭ്യമായ പേരാണ് അരമനപ്പള്ളി. ഏപ്രിൽ 5 ചെങ്ങന്നൂർ ബഥേൽ അരമനയിൽ നിന്നും യാത്ര തിരിച്ച് കൊച്ചു തിരുമേനി പഴഞ്ഞിയിലെത്തി. 13 വരെ അവിടെ താമസിച്ചു. ഏപ്രിൽ 15 കാതോലിക്ക ദിനത്തിൽ കുന്നംകുളം പഴയ പള്ളിപ്പറമ്പിൽ കാതോലിക്കേറ്റിന്റെ മാഹാത്മ്യത്തെപ്പറ്റി ചെയ്ത ചരിത്രപ്രസിദ്ധമായ പ്രസംഗം ഇന്നും സഭാമക്കളിൽ ആവേശമുണർത്തുന്നതാണ്. കാതോലിക്ക സിംഹാസനത്തിനു വേണ്ടിയും അതിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും പോരാടിയ ആ മഹാ ആചാര്യൻ്റെ അന്ത്യപ്രഭാഷണവും കാതോലിക്ക ദിനത്തിലായിരുന്നുവെന്നത് ദൈവനിയോഗം. തൻ്റെ നെഞ്ചു വേദനിക്കുമ്പോഴും ആ ഉദ്ബോധനം നിർത്തുവാൻ അദ്ദേഹം തയ്യാറായില്ല. സമുദായ സേവനാർത്ഥം യുവജനങ്ങൾ മുന്നോട്ട് വരണം. ഇന്നത്തെ സഭാപ്രവർത്തകരിൽ പ്രായം ചെന്നവരും ഒരുപക്ഷെ ഞാനും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കടന്നു പോകേണ്ടവരാണ്. ഈ ദീർഘദർശനം കാലവിളംബമെന്നേ സംഭവിച്ചു. 40-ാം വെള്ളിയാഴ്ച കോട്ടയത്ത് വെച്ച് നടക്കുന്ന വിശുദ്ധ മോറോൻ കൂദാശയിൽ പങ്കെടുക്കുവാനായി പുറപ്പെട്ട തിരുമേനിക്ക് യാത്രാമധ്യേ ചങ്കിന് ഒരു വേദന ആരംഭിക്കുകയും ദേഹാസ്വാസ്ഥ്യം മൂലം യാത്ര തുടരുവാൻ കഴിയാതെ വരികയും ചെയ്തു. ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം മരത്തങ്കോട് തന്നെ താമസിച്ച് വിശ്രമിച്ചു. വന്ധ്യവൈദികരാൽ പ്രാർത്ഥനയും തൈലാഭിഷേകവും നടത്തപ്പെട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നുച്ചരിച്ച് 1951 ഏപ്രിൽ 17 രാവിലെ 10:15 മണിക്ക് ആ മഹാപരിശുദ്ധൻ്റെ ആത്മാവ് ഉടയവൻ്റെ സമീപത്തേക്ക് യാത്രയായി. കുന്നംകുളത്തിന് സമീപം മരത്തങ്കോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു തിരുമേനി സ്ഥാപിച്ച് പ്രഥമ ബലി അർപ്പിച്ച ദേവാലയമാണ് മാർ ഗ്രിഗോറിയോസ് പള്ളി. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യവും നടന്നത് ദൈവഹിതമല്ലാതെ മറ്റെന്താണ്? തെളിഞ്ഞു കത്തിയ മണിവിളക്കിത പൊലിഞ്ഞു സർവം മറഞ്ഞു കഷ്ടമേ, മനോഹരനായ പ്രഭാത സൂര്യനെ ഘനപടലങ്ങൾ മറച്ചത് കഷ്ടം. കുന്നംകുളം മരത്തങ്കോട് ചാപ്പലിൽ വെച്ച് കാലം ചെയ്ത തിരുമേനിയുടെ ഭൗതിക ശരീരം കുന്നംകുളം, കോട്ടയം, ചിങ്ങവനം, കുറിച്ചി, ചങ്ങനാശ്ശേരി, തിരുവല്ല, ഉമയാറ്റുകര തുടങ്ങിയ സ്ഥലങ്ങളിലെ ബഹുജനങ്ങളുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങി ഏപ്രിൽ 18 4 മണിക്ക് പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ മധുബഹായുടെ വടക്ക് ഭാഗത്ത് പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന കല്ലറയിൽ 60,000-ത്തിലധികം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. 1951 ഏപ്രിൽ 20 40-ാം വെള്ളിയാഴ്ച പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമനസ്സുകൊണ്ട് കാർമ്മികത്വം വഹിച്ച വിശുദ്ധ മോറോൻ കൂദാശയിൽ നടത്തിയ പ്രസംഗത്തിൽ, എന്നാൽ പ്രിയരെ, ഒരു ദുഃഖം നമുക്കുണ്ട്, ഞങ്ങളിൽ ഒരുവനില്ല.
ഏറ്റവും ഇളയവനില്ല. ഞങ്ങളോടുകൂടെ ഈ വിശുദ്ധ കർമ്മത്തിൽ സംബന്ധിക്കുവാനിരുന്ന കൊച്ചുമെത്രാച്ചൻ 3 ദിവസം മുമ്പ് അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപോയി. ഏത് കാര്യവും എത്രയും ചുണയോടും ചുറുചുറുക്കോടും ചെയ്യുവാനുള്ള കഴിവ് അദ്ദേഹത്തിനൊന്ന് പ്രത്യേകമായിരുന്നു. പണ്ഡിതനും വാഗ്മിയും ആരെയും ആകർഷിക്കത്തക്ക സംസാര ചാതുര്യവുമുള്ളവനുമായ അഭിവന്ദ്യ പിതാവിൻ്റെ വേർപാട് നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി എല്ലാ വർഷവും ഏപ്രിൽ 17 പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ സ്മരണ കൊണ്ടാടുന്നു. ഈ പുണ്യപിതാവിൻ്റെ ഖബറിടം ഇന്ന് അനേകർക്ക് മധ്യസ്ഥ സങ്കേതമായി മാറിയിട്ടുണ്ട്. 2013 ഏപ്രിൽ 18 വ്യാഴാഴ്ച 62/2013 നമ്പർ കൽപ്പനയിലൂടെ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്തായി കാതോലിക്കേറ്റ് രത്നദീപം എന്ന നാമം നൽകി ആദരിച്ചു. ചരിത്ര നിയോഗം പോലെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനും പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ സഹോദരപുത്രനുമായ അഭിവന്ദ്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയാണ് ബഹുമാന നാമപ്രഖ്യാപന കൽപ്പന വായിച്ചത്. ക്രാന്തദർശിയും ദീനാനുകമ്പനുമായ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ജീവിതം സൂക്ഷ്മമായി പഠിക്കുവാനും അത് പുതിയ തലമുറയ്ക്ക് പങ്കുവയ്ക്കുവാനും അദ്ദേഹത്തിൻ്റെ പാവന സ്മരണ ശാശ്വതീകരിക്കപ്പെടുവാനുമായി UAE കേന്ദ്രീകരിച്ച് 1987 രൂപീകരിച്ച സംഘടനയാണ് മാർഫ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മാർ പീലക്സിനോസ് മെമ്മോറിയൽ ഫ്രണ്ട്സ് അസോസിയേഷൻ. ജാതി മതഭേദമന്യേ അനേകർക്ക് സഹായഹസ്തം നീട്ടുവാനും പുത്തൻകാവ് കൊച്ചു തിരുമേനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും സേവനങ്ങൾക്കും കൈത്താങ്ങ് നൽകുവാനും ഇന്ന് ഈ സംഘടനയ്ക്ക് കഴിയുന്നു. പൗരസ്ത്യ സഭയെ സംഗീത സാന്ദ്രമാക്കിയ മാർ അപ്രേമിൻ്റെയും പ്രഭാഷണ മുഖരിതമാക്കിയ സ്വർണ്ണ നാവുകാരൻ മാർ ഇവാനിയോസിൻ്റെയും സർഗശേഷിയുടെ സമന്വയീഭാവമാർന്ന സ്ഥാനമാണ് മലങ്കര സഭയിൽ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിക്കുള്ളത്. അഗാധമായ വ്യക്തിബന്ധങ്ങൾ കൊണ്ടും നൈസർഗികവും ബഹുമുഖവുമായ വിശിഷ്ട സിദ്ധി കൊണ്ടും മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ, വിശ്വാസികളുടെ ഹൃദയങ്ങളെ കവർന്നെടുത്ത മഹാവിസ്മയം. എൻ്റെ ദൈവം, എൻ്റെ സഭ എന്ന് സദാനേരവും നെഞ്ചോട് കൈ ചേർത്ത് പ്രഖ്യാപിച്ച മഹാത്മാവ്. അദ്ദേഹത്തിൻ്റെ പുണ്യ കബറിടത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഹിസ് പ്രസൻസ് വാസ് ജോയ്ഫുൾ, ഹിസ് വോയിസ് സ്വീറ്റ്, ഹിസ് വേർഡ്സ് ഇൻസ്പയറിംഗ്, ഹിസ് മാനേഴ്സ് എൻഡിയറിംഗ്, ഹിസ് സ്മൈൽ അൺഫർഗറ്റബിൾ. മാർ പീലക്സിനോസ് മായാത്ത പുഞ്ചിരിയാണ്, ദിവ്യനാദമാണ്, മലങ്കരയുടെ നാദമാധുരിയാണ്, നാദമയൂഖമാണ്. അനന്തതയിൽ നിന്നും നാദാത്മകമായ പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങളിൽ കൂടി മാലാഖമാരെയും മനുഷ്യരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ആ സ്വർഗീയ സംഗീതധ്വനി ഇന്നും മലങ്കര സഭയിൽ അലയടിക്കുന്നു. ചൈതന്യദായകമായ വിശ്വാസനാദത്തോടൊപ്പം ഒരു തേന്മഴയായി അത് നമ്മിൽ പെയ്തിറങ്ങുന്നു. മാർ പീലക്സിനോസ് മലങ്കര സഭയുടെ മാറ്റത്തിൻ്റെ ശംഖുലിയാണ്. I count not my life dear unto myself, so that I might finish my course with joy, and the ministry which I have received of the Lord Jesus, to testify the gospel of the grace of God.